ഒരിക്കലും ഞാനൊരു ബിരിയാണി വെക്കണമെന്ന് എൻ്റെ മനസ്സിൽ പോലും എൻ്റെ അജണ്ടയിൽ പോലും ഉള്ള ഒരു കാര്യമല്ലായിരുന്നു ഗൈസ്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ അരി നോക്കിയപ്പോൾ അരിയില്ല. ചോറ് വെക്കുന്ന അരി കുറച്ചേ ഉള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. ഞാൻ ഉണ്ടെന്നുള്ള ഒരു രീതിയിലാണ് ഇരുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴത്തേനും ഞാനൊന്ന് ഓർത്ത് കോഴിയുണ്ട്, ബിരിയാണി വെക്കുന്ന അരിയുണ്ട്, എന്നാൽ പെട്ടെന്ന് ഒരു ബിരിയാണി പോലെ വെക്കാവല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാണ്. അല്ലാതെ ഞാനിതൊരു പ്ലാനിങ്ങോട് കൂടി ഒരു ബിരിയാണി വെക്കണമെന്നോ ഒന്നുമില്ല. അതിനകത്ത് സത്യം പറഞ്ഞാൽ നെയ്യില്ലായിരുന്നു. നെയ്യില്ലാത്ത ബിരിയാണിയാണ്. വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെയാണ് ഞാനിതെല്ലാം ഉണ്ടാക്കിയത്. ആദ്യമേ നമ്മൾ സാധാരണ വെക്കുന്ന പോലെ തന്നെ സവോള വഴറ്റി, അതിനുള്ള സവോള വഴറ്റാൻ വേണ്ടി ആദ്യമേ ഇട്ടു. അതിന് ശേഷം മല്ലിയില, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം അരച്ചതും പിന്നെ തക്കാളി എല്ലാം കൂടി ഇട്ട് ആദ്യമേ ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം അതിനുള്ള പൊടികളും മല്ലിപ്പൊടി, മസാലപ്പൊടി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി ഇതെല്ലാം ഇട്ട് ഒന്ന് ഇളക്കി സാധാരണ നമ്മൾ വഴറ്റുന്ന പോലെ വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ കുറച്ച് തൈര് അതിനകത്തോട്ട് ഒഴിക്കണം. തൈര് ഒഴിക്കാൻ ഞാനങ്ങ് മറന്നു പോയതാണ്, പിന്നെയാണ് ഓർത്തത്. പിന്നെ തൈരെടുത്ത് ഒഴിച്ച് അതും അതുപോലെ തൈര് ഫ്രിഡ്ജിനകത്തുനിന്ന് എടുത്തിട്ട് ഒഴിച്ചത് കൊണ്ടാണ് അതിപ്പോൾ അങ്ങനെ ഇരിക്കണേ കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടെ സാധാരണ നമ്മൾ വെക്കുന്ന പോലെ തന്നെ വെക്കുക. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുണ്ട്, എൻ്റെ ഞാനിടുന്ന വീഡിയോയ്ക്കൊന്നും കമൻറ്റും ലൈക്കും ഒന്നുമില്ല ഗൈസ്. എന്തുകൊണ്ടാണോ നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും ഞാൻ സംസാരിക്കുന്നതും. എനിക്കിങ്ങനെ അറിയുള്ളൂ സംസാരിക്കാൻ. പക്ഷേ എനിക്ക് ഓരോരുത്തരും ഓരോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമാണ് അത് കേൾക്കാൻ തന്നെ ഒരു ഇതാണ്. അപ്പം ഞാൻ ചിന്തിക്കും, എൻ്റെ ഇഴഞ്ഞിഴഞ്ഞുള്ള സംസാരം കേൾക്കാനൊന്നും ആർക്കും വലിയ താല്പര്യമൊന്നും കാണത്തില്ല. പക്ഷേ എനിക്കിങ്ങനല്ലേ പറയാനൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടേ പോവുള്ളൂ ഗൈസ്. അപ്പം ബിരിയാണി റെഡി.